നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രചരിക്കുന്നത് മോദി കാരണം അനേകം വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്നാണ്. അതിൽ പ്രതികരിച്ച ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ല എന്നും എല്ലാ വിവാഹങ്ങളും നടത്തുമെന്നും ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ പറഞ്ഞു. സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്ത് മാറ്റം വരുത്തിയതിലുള്ള ക്രമീകരണം മാത്രമാണ് നടപ്പാക്കുന്നത് എന്ന് KP വിനയൻ അറിയിച്ചു. വിവാഹം മാറ്റിവെച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നതോടെയാണ് വിശദീകരണവുമായി ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ രംഗത്തെത്തിയത്. അന്നേ ദിവസം രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട്. കല്യാണ ദിവസമായ 17-ന് ഗുരുവായൂരിൽ വിവാഹങ്ങൾക്ക് സമയക്രമം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. മോദി എത്തുന്ന 17-ാം തീയതി 48 വിവാഹങ്ങൾക്ക് പുലർച്ചെ 5-നും 6-നും മധ്യയാണ് സമയം നൽകിയിരിക്കുന്നത്. 6 മണിക്കും 9-നും മധ്യേ വിവാഹങ്ങൾ ഉണ്ടാകില്ല. അന്നേ ദിവസം വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് മോദി തൃശൂരിൽ എത്തുന്നത്. നേരത്തെ BJPയുടെ നാരീശക്തി പരിപാടിയിൽ പങ്കെടുക്കാനാണ് മോദി എത്തിയത്. വിവാഹങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രകാരം വിവാഹ സംഘത്തിൽ 20 പേർക്ക് മാത്രമാണ് അനുമതി. ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും നൽകിയാൽ പോലീസ് പാസ് നൽകും. ചോറൂണിനും തുലാഭാരത്തിനും രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുമതിയില്ല എന്നും ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം മോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്ന 17-ന് മറ്റ് വിവാഹങ്ങൾ വിലക്കി എന്ന വാർത്ത വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതികളുടെ പ്രവാഹമാണ്. അന്നേ ദിവസം ഗുരുവായൂരിൽ വിവാഹം നിശ്ചയിച്ച 40ഓളം വീട്ടുകാരാണ് പോലീസിനോട് കാര്യം തിരക്കിയത്. 17-ന് മറ്റ് വിവാഹങ്ങൾ വിലക്കിയിട്ടില്ല എന്നും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നും പോലീസ് അറിയിച്ചു. അന്ന് രാവിലെ 8-നെത്തുന്ന പ്രധാനമന്ത്രി 8:45 വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും. അന്ന് രാവിലെ 6 മുതൽ 9 വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും പോലീസ് അറിയിച്ചു. 17-ന് രാവിലെ 8-ന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിലാണ് മോദി ഇറങ്ങുന്നത്. റോഡ് മാർഗം 8:10-ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തും. 8:15-ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 20 മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രനഗരിയിൽ ഒരുക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ മോദിയുടെ റോഡ് ഷോയും നടക്കും. അതിനിടെ മകൾ ഭാഗ്യ സുരേഷിന്റെ സംഗീത ചടങ്ങിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവച്ച സുരേഷ് ഗോപി ബന്ധുക്കളും അടക്കം സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സിനിമയിൽ നിന്ന് ബിന്ദുജ മേനോനും അഹാന കൃഷ്ണനും മാത്രമാണ് പങ്കെടുത്തത്. സുരേഷ് ഗോപി സ്ഥലത്ത് ഇല്ലാത്തതിനാൽ വീഡിയോ കോളിലാണ് ചടങ്ങിൽ തന്റെ സാന്നിധ്യം അറിയിച്ചത്. വിവാഹത്തിന് മുന്നോടിയായി നടത്തിയ പാർട്ടിയിൽ പച്ച ലഹങ്ക അണിഞ്ഞ് അതിസുന്ദരിയായാണ് ഭാഗ്യ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഹൽദി ഫംഗ്ഷന്റെ ചിത്രങ്ങളും സുരേഷ് ഗോപി പുറത്ത് വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹൽദി ഫംഗ്ഷൻ നടന്നത്. അതിനുശേഷം നടന്ന ഈ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചിത്രങ്ങളും സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്കിലൂടെ പുറത്ത് വിടുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ നിന്നാണ് ഭാഗ്യ ബിരുദം പൂർത്തിയാക്കിയത്. UBC സൗണ്ട് സ്കൂൾ ഓഫ് ബിസിനസ്സിലായിരുന്നു പഠനം.